നമുക്ക് ഇന്നത്തെ ലഞ്ച് കാണാവേ. ഇതിപ്പോൾ രാവിലത്തെ ഉരട്ടി ഉണ്ടാക്കിയാണ്. നമ്മൾ ഈ വിറകടുപ്പിലാണ് വേവിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടുപ്പങ്ങ് കത്തിച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരട്ടിക്ക് മാവൊക്കെ കുഴച്ചുകൊണ്ട് വന്നതിന് ശേഷം അതെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഉരട്ടി ഇതിൽ ചൂടുകയാണ്. അപ്പോൾ നടുക്കത്തെ അടുപ്പിൽ ഞാൻ ആ കലവും വെള്ളം എടുത്ത് മാറ്റി. ഇതാ നോക്കിയേ, നല്ല രീതിയിൽ ആ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഉരട്ടി ചട്ടിയൊക്കെ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആ കലവും വെള്ളവും എടുത്ത് വെച്ചിട്ട് അരി കഴുകിയിടാം. അരിയൊക്കെ അളന്നെടുത്ത് ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഞാൻ അരി കഴുകിയിട്ട് അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കറക്കി എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അരിയുടെ സ്മെല്ലങ്ങ് പോകും. നമ്മൾ ഉപയോഗിക്കുന്ന റേഷൻ കടയിലെ റോസ് അരിയാണേ, അതിനൊരു ചെറിയ സ്മെല്ലുണ്ട്. അത് പോകാനായിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ കഴുകുന്നത്. നല്ല പുക വരുന്നുണ്ട് കേട്ടോ. ചോറ് എന്തായെന്ന് നോക്കട്ടെ. ചോറ് അര വേവായി. ഇനി ഇറക്കി നടുക്കത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് കിഴങ്ങിന് വെള്ളം ഇടാം. കിഴങ്ങ് വയ്ക്കാൻ ഒരു കുഞ്ഞു കലം ആയതുകൊണ്ട് ഈ ഒരു വളയമുണ്ട് കേട്ടോ. അതെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലാണ് ഈ കലം എടുത്ത് വയ്ക്കുന്നത്. ഇനി പോയി കിഴങ്ങ് ഞുറുക്കിയിട്ട് വരാം. അപ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും. കിഴങ്ങിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകി വാരി വെച്ചേക്കുന്ന കിഴങ്ങ് നമുക്കെടുത്ത് ഇതിലോട്ട് ഇടാം. കുറച്ച് മുരിങ്ങയിലായിട്ട് ഇട്ടാൽ അത് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ മുരിങ്ങയിലൊന്നും ഇല്ലേ. ഇവിടെ കുരങ്ങുകളൊക്കെ ഒത്തിരി വരുന്നത് കൊണ്ട് അതുങ്ങളെ കയറിയിരുന്ന് നശിപ്പിച്ച് കളഞ്ഞിട്ട് പോകും. പണ്ട് നമ്മുടെ ഇവിടെ ഒരുപാട് മുരിങ്ങയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇത് കിഴങ്ങിൻ്റെ അരപ്പാണ്. കിഴങ്ങെന്ന് പറഞ്ഞാൽ മരിച്ചീനിയാണ് കേട്ടോ നമ്മളിവിടെ കിഴങ്ങെന്ന് പറയുന്നത്. തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ഉപ്പും കൂടി ഇട്ടതാണ്. നമുക്കിന്ന് രാവിലെ കറണ്ട് പോയതുകൊണ്ട് ഞാൻ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിരുന്നേ. അപ്പോൾ ഇത് കിഴങ്ങിലോട്ട് ഇടുക, ഒന്ന് ആവി കയറിക്കോട്ടെ, മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് ആവിയൊക്കെ വരുന്നത് ഇനി നമുക്ക് ഇളക്കി താഴെ ഇറക്കിയിട്ട് വേണ്ടേ തുടുപ്പ് ഉടച്ചെടുക്കാവേ. ഞാനൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇത് അങ്ങനെ നമ്മുടെ കിഴങ്ങ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അതാ ചോറ് റെഡിയായി. ഇനി നടുക്കത്തെ ഈ തീയുള്ള അടുപ്പിലോട്ടൊന്ന് ഇറക്കിയിട്ട് ഒന്ന് വെള്ളം ഊറ്റിയെടുക്കട്ടെ. ഒന്നുകൂടെ ഒന്ന് ചൂടായതിന് ശേഷം ഊറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ചോറ് റെഡിയാവും ഇങ്ങനെ വെക്കുമ്പോഴേ. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കോളും വരുന്നുണ്ട്, അതുപോലെ വെയിലും ഉണ്ട്. റബ്ബർ വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി പാലിങ് എടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോകും. അപ്പോൾ നിപ്പിലാണ് മഴ പെയ്യുന്നത്. മുരിങ്ങയില അരിഞ്ഞപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇച്ചിരി ചീരയും കൂടെ പറിക്കട്ടെ. അതിൽ അരച്ചിടാനായിട്ട് നല്ല കുറച്ച് കാന്താരിയും കൂടെ പിച്ചിയെടുക്കാം. ഇത് കാന്താരിയാണ് അരയ്ക്കുന്നത്. പച്ചമുളക് അധികം ഉപയോഗിക്കത്തില്ല, കാന്താരി ഉള്ളതുകൊണ്ട്. കാന്താരിയും മയിലൊക്കെ വന്ന് കൊത്തി തിന്നാറുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കാന്താരിയും കുറവാണ്. ഇപ്പോൾ എന്തായാലും ഒരു മൂട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നേ. അതെ, ഈ ചീരയാണ് പറിക്കുന്നത്, ഷുഗർ ചീര. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി എന്ത് പറയുമോ എന്തോ. ഇത് നല്ലതാണ് ഷുഗറിനൊക്കെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പിച്ചി എടുക്കട്ടെ. ഇതെൻ്റെ ഫേവററ്റ് ചീരയാണേ, വേലിച്ചീര. പക്ഷെ ഇപ്പോൾ ആകെ ഈ ഒരു കുഞ്ഞു മൂട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. അടുത്ത ഇലയൊക്കെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു സവാളയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചതാണ് ഈ അടുപ്പിലോട്ട് അങ്ങ് വെച്ചേക്കാം. വേകുന്ന സമയം കൊണ്ട് ഞാൻ മീൻ കണ്ടിച്ചിട്ട് വരട്ടെ. മീൻ കറിയും കൂടെ ഈ അടുപ്പിലങ്ങ് ആക്കാം. അപ്പം നമ്മുടെ ഇല വെന്തിട്ടുണ്ട്. അതിന് ഞാൻ അരപ്പിട്ട് കേട്ടോ. തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് കൊച്ചുള്ളി എല്ലാം കൂടെ ഞാൻ അരച്ചിട്ട് ഇച്ചിരി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ വെള്ളവും കൂടെ അങ്ങ് വറ്റട്ടെ. കറിവേപ്പില ഞാൻ അരച്ചാണ് ചേർക്കുന്നത്. എല്ലാ കറികളിലും അരച്ച് ചേർക്കുന്നത്. മീൻ കറിയിൽ വരെ അരച്ചാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേരൊക്കെ പറക്കി കളയും, അതിൻ്റെ ഗുണം കിട്ടത്തുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇറക്കാൻ നേരത്തെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. മീൻ കറിക്ക് വേണ്ടി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് ചൂടായി, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായേ. ഇനി അതിലേക്ക് കടുക് ഇടുകയാണ്. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ.
നന്നായിട്ട് കടുക് പൊട്ടി തുടങ്ങി. കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് ഇത് തക്കാളിയും 2 സവാളയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. ഇന്ന് രാവിലെ കറണ്ട് പോകുന്ന മെസ്സേജ് വന്നതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചിരുന്നു, അല്ലെങ്കിൽ പിന്നെ കറി വയ്ക്കൽ നടക്കത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് കറി നന്നായിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല കറി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മൂത്തിട്ടുണ്ട്. ഇനി പൊടികളിടാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഞാനിപ്പോൾ അങ്ങ് ഇടുവേ. രണ്ടാമത് ഇനി അകത്ത് കയറി ഉപ്പൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഉപ്പും ഞാൻ ഈ പൊടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പാത്രത്തിലെടുത്തങ്ങ് വെച്ചേക്കും. നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി നല്ലൊരു മൊരിഞ്ഞ മണം വരുന്നുണ്ട്. ഇനി പുളി വെള്ളത്തിയിട്ടത് കുടംപുളിയാണ്. വെള്ളത്തോടെ ഞാനങ്ങ് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഇത് ഞാനൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ബാക്കി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ വീണ്ടും തിളപ്പിച്ച് മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു രുചിയാണ് മീൻ കറിക്ക്. കറിയിലും മൂടി ഒന്ന് എടുത്ത് നോക്കട്ടെ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നല്ല കളറ് കിട്ടും നമ്മളിങ്ങനെ വെച്ചാൽ കറിക്ക്. അടുക്കത്തെ അടുപ്പിൽ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. വെള്ളം അങ്ങനെ ചൂടായിരിക്കും. അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇത്ര വെള്ളം മതി. ഒന്ന് ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് മീനിട്ട് കൊടുക്കാം. നമുക്ക് മീനൂടെ പൊരിച്ചെടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. മീനൂടെ പറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മീൻ കറി എന്തായെന്ന് നോക്കാം. അടിപൊളിയായിട്ട് നല്ല പറ്റി എണ്ണയൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട്. കൊഴിയാളയാണ് കേട്ടോ മീനെ. ഇനി കറി അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് അടുപ്പിൽ ഒരു കലം വെള്ളം അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ അത് ചൂടായി കിടക്കും. കറി ഇറക്കിയേ. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് അങ്ങ് മൂടി വെച്ചേക്കാം. അപ്പോൾ നല്ലൊരു മണമാണ്. ആദ്യമായിട്ട് കറിവേപ്പിലയൊക്കെ സ്മെല്ലൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. മൂടി വയ്ക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. ചോറ്, മീൻ പൊരിച്ചത്, ഇലത്തോരൻ, കിഴങ്ങ് കൂട്ടാൻ അല്ലെങ്കിൽ കപ്പ, മീൻ മുളക് കറി. ഇതാ ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ്